ഇന്ന് ഒരു ഒന്നൊന്നര പണി കിട്ടി കേക്കിൻ്റെ ഒരു വിശേഷം കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. തലേന്ന് തന്നെ ക്രം കോട്ടിങ്ങും ഫൈനൽ കോട്ടിങ്ങും ഒക്കെ ചെയ്ത് വെച്ച കേക്ക് പിറ്റേന്ന് കസ്റ്റമർ വരാൻ നേരത്താണ് ടയർ ചെയ്യാൻ നോക്കുന്നത്. അപ്പം നമ്മൾ കസ്റ്റമർ റെഫറൻസ് ആയിട്ട് അയച്ചത് ഈ ഒരു ഫോട്ടോയാണ്. ലാസ്റ്റ് മിനിറ്റ് പ്ലേസ് ചെയ്ത് ഓർഡർ ആയതുകൊണ്ട് തന്നെ കയ്യിലുള്ള ഇന്ന് ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ആ ഒരു റെഫറൻസിനോട് മാച്ച് ചെയ്തെടുക്കലായിരുന്നു കേട്ടോ നമ്മളുടെ ടാർഗറ്റ്. ഇതിൻ്റെ ഇടയിലാണ് നമ്മുടെ കേക്ക് ഇങ്ങനെ ലീക്ക് ചെയ്തെന്ന് കണ്ടത്. അപ്പോൾ സത്യാവസ്ഥ എന്ന് വെച്ചാൽ നമ്മൾ തലേന്ന് ക്രം കോട്ട് ചെയ്ത് വെക്കുമ്പം കേക്കിനൊരു ചെരിവ് പോലെ തോന്നി. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് ക്രീമൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചു. പിറ്റേന്നാണ് ആ ഒരു കട്ട് ചെയ്ത ഭാഗത്തു കൂടെ നമ്മളുടെ ഷുഗർ സിറപ്പ് ലീക്കിംഗ് ആയിട്ട് കണ്ടത്. അപ്പോൾ ഒന്നും ചെയ്യാനില്ല, കസ്റ്റമർ വരുന്നുണ്ട്, ടൈമായി. അപ്പോൾ നമ്മൾ ടിഷ്യൂ ഒക്കെ വെച്ച് ആ ഒരു വെറ്റ്നസ് നമ്മൾ ഒഴിവാക്കി അങ്ങനെ കസ്റ്റമർ വരുന്നവരെ പണിയെടുത്ത ഒരു കേക്കാണ് ഇത് കേട്ടോ. എന്താകും കേക്ക് ചേരിയോ അങ്ങനെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളായിരുന്നു കേട്ടോ. അതിനിടയിൽ കേക്ക് ഡെക്കറേഷന്, അതുമാത്രമല്ല ആ ഒരു റെഫറൻസിനോട് മാച്ചിങ് ആയിട്ട് ചെയ്യും വേണം. ഒരുപാട് സ്ട്രെസ് ചെയ്ത ഒരു കേക്കായിരുന്നു. ബട്ട് ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. അപ്പോൾ ആ ലീക്കിങ് എങ്ങനെ മാറ്റിയെടുത്തു എന്ന് വെച്ചാൽ വെറ്റ് ചെയ്ത് ലാസ്റ്റ് ഒന്ന് ക്രീം വെച്ചിട്ട് നമ്മളെന്താക്കി അതങ്ങ് ക്ലോസ് ചെയ്തു കേട്ടോ. അപ്പോൾ ഫൈനൽ റിസൾട്ട് എങ്ങനെ